ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് മെഴ്സഡീസ് ബെൻസ് W211 ആണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമായിരുന്നു കസ്റ്റമർ പറയുന്നത്. ബ്രേക്ക് പെഡൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലച്ച് ലിവർ പോകുന്നത് പോലെ പോവുകയാണ്. അതായത് ബ്രേക്കിന് യാതൊരു റെസ്പോൺസും ഇല്ല. വണ്ടി നമുക്ക് ഒന്ന് ഉരുട്ടി മാറ്റാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഇത് വണ്ടി വന്നിട്ട് ആക്ച്വലി ട്രിവാൻഡ്രത്തുള്ള വണ്ടിയാണ്. ഇത് എറണാകുളത്ത് അവർ ഒരു സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്നതിനായിട്ട് കൊടുത്തതാണ്. അവിടെ സ്റ്റീരിയോ ഫിറ്റ് ചെയ്തിട്ട് വണ്ടി എടുത്ത് അവർ വണ്ടി ഓടിച്ച് നോക്കിയപ്പോഴാണ് ഈ ബ്രേക്ക് പ്രശ്നം വന്നത്. അപ്പോൾ അവരൊരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കയറ്റി അവിടെ ഒരു 2 മാസത്തോളം കിടന്നു. അവർ ABS മൊഡ്യൂൾ പോയതാണെന്നെല്ലാം പറഞ്ഞ് റീപ്ലേസ് ചെയ്യാനും പ്രോഗ്രാം ചെയ്യാനും ഒക്കെ നോക്കി, ഒന്നും ആയില്ല. അങ്ങനെയാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ വണ്ടി നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മളത് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഇത് നോർമൽ ABS മൊഡ്യൂൾ അല്ലത്, സെൻസർട്രോണിക് ടൈപ്പാണ്. അതായത് റിസർവോയർ വരെ ഈ ABS മൊഡ്യൂളിനകത്ത് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് ABS മൊഡ്യൂളാണിത്. നമ്മളിതിനെ സ്കാൻ ചെയ്ത് ഫോൾട്ടെല്ലാം നോക്കിയിട്ട് ABS മൊഡ്യൂൾ ഒന്ന് നോക്കിയേക്കാമെന്ന് പറഞ്ഞ് വെളിയിൽ വന്ന് നോക്കിയപ്പം കണ്ട അവസ്ഥയാണിത്. ഒരു ഭീകരമായൊരവസ്ഥയായിരുന്നു. ആ ഒരു ABS മൊഡ്യൂൾ അവർ ഇളക്കി നോക്കി റിപ്പയർ ചെയ്യാൻ നോക്കിയിട്ട് ആ പ്ലേറ്റ് വന്ന് അതിൽ തട്ടിക്കിടന്ന് ഷോട്ടാവുന്നൊരു കണ്ടീഷനായിരുന്നു നമുക്ക് കിട്ടിയത്. നമ്മളത് കണ്ട് ഞെട്ടിപ്പോയി. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ABS മൊഡ്യൂൾ നമ്മൾ ഇളക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇത് ABS മൊഡ്യൂൾ മൊത്തം കത്തിക്കരിഞ്ഞ് പോയൊരവസ്ഥയിലാണ്. ദയവ് ചെയ്ത് ആരും ഇതുപോലുള്ള റിപ്പയറിങ് വർക്കുകൾ ചെയ്യരുത്. ഒന്നാമത് ABS മൊഡ്യൂൾ റിപ്പയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാതിരിക്കുക. രണ്ടാമത് അത് ചെയ്തിട്ട് അവരൊരു പ്ലേറ്റ് പേസ്റ്റ് ചെയ്ത് അടച്ചിരുന്നെങ്കിൽ പോലും ഇത്രയും ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ നോർമലി ആരെയും കുറ്റം പറയാത്ത ആൾക്കാരാണ്. പക്ഷേ ഇത് കണ്ടാൽ പറഞ്ഞു പോകും, അതാണ് അവസ്ഥ. അപ്പോൾ നമുക്കിത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. സാധ്യതയില്ല, എന്നാലും ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് അപ്ഡേറ്റ് ഇത് റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ മാറി പ്രോഗ്രാം ചെയ്ത് വണ്ടി റെഡി ആയതിനു ശേഷമുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.